Good morning, everybody. Today I am with a new topic, GST Council. Before studying about GST Council, you should have a background about GST. What do you mean by GST or Goods and Services Tax? GST or Goods and Services Tax is an indirect tax used in India on the supply of goods and services. ഇപ്പോൾ ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഒരു പരോക്ഷ നികുതിയായിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ് ജി എസ് ടി. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. കോംപ്രിഹെൻസീവ് ബിക്കോസ് ഇറ്റ് ഹാസ് സബ്സ്യൂംഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഇൻഡയറക്റ്റ് ടാക്സസ് എക്സെപ്റ്റ് എ ഫ്യൂ സ്റ്റേറ്റ് ടാക്സസ്. അപ്പോൾ ഇത് കോംപ്രിഹെൻസീവ് ആണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമഗ്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് വഴി ഉദ്ദേശിക്കുന്നത് ജി എസ് ടി നിലവിൽ വന്നതോടുകൂടി ഒട്ടുമിക്ക ടാക്സുകളും ഇല്ലാതായി. ജി എസ് ടി എന്ന വൺ കൺട്രി വൺ ടാക്സ് എന്ന നിലയ്ക്ക് അല്ലേ ഏതാണ്ട് വിരലെണ്ണാവുന്ന ഒന്നോ രണ്ടോ സംസ്ഥാന നികുതികൾ മാത്രമാണ് ഇപ്പം ജി എസ് ടിയെ കൂടാതെ നിലവിൽ ഉള്ളത്. ബാക്കിയെല്ലാം ഇപ്പം ജി എസ് ടിയുടെ കൈകളിൽ ആണ് എല്ലാം നിലനിൽക്കുന്നത്. GST are divided into 5 different tax slabs for collection of tax. That is 0%, then 5%, 12%, 18% and 28%. അപ്പോൾ ഇങ്ങനെ 5 ടാക്സ് സ്ലാബുകളിലായിട്ട് ഇതിനെ വിഭജിച്ചിരിക്കുകയാണ്. 1% പോലും ടാക്സ് ഇല്ലാത്ത 0% ടാക്സുകാർ, പിന്നെ 5% ജി എസ് ടി കൊടുക്കേണ്ടവർ, 12% ജി എസ് ടി കൊടുക്കേണ്ടവർ, 18% ജി എസ് ടി കൊടുക്കേണ്ടവർ, 28% ജി എസ് ടി കൊടുക്കേണ്ട കേന്ദ്രങ്ങൾ അല്ലേ. ഇപ്പം നമുക്ക് പല രീതിയിൽ അത് പറയാൻ സാധിക്കും. ഇപ്പം നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ, ഒരു ഗ്രാമത്തിലെ ഒരു ചായക്കടയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് അതിന് ജി എസ് ടി കൊടുക്കേണ്ടതായിട്ടില്ല. കാരണം എന്താ, ആ ചായക്കടയിൽ അതിന് മാത്രമുള്ള വരുമാനമില്ല അല്ലേ. അതുകൊണ്ട് നമ്മളവിടെ ജി എസ് ടി കൊടുക്കേണ്ടതായിട്ടില്ല. മറിച്ച് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ 5% ജി എസ് ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ, ഇന്ത്യൻ കോഫി ഹൗസിന് കുറച്ചുകൂടി വരുമാനമുണ്ട്. അപ്പം ജി എസ് ടിയുടെ ടാക്സ് ലാബിൽ ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നുണ്ട് അല്ലേ, കാരണം അവർക്ക് കൂടുതൽ വരുമാനമുണ്ട് അല്ലേ. However, petroleum products, alcoholic drinks and electricity are not taxed under GST and instead are taxed separately by the individual state governments as per the previous tax system. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അല്ലെ മദ്യം, അതുപോലെ ഇലക്ട്രിസിറ്റി, ഈ 3 കാര്യങ്ങൾ മാത്രം ജി എസ് ടിയിൽ വരുന്നില്ല. ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. The tax came into effect from 1st July 2017 through the implementation of the 101st Amendment of the Constitution of India. 101ാം ഭരണഘടനാ ഭേദഗതി 2017 ജൂലൈ 1 ഇത് നിലവിൽ വന്നത്. 101ാം ഭരണഘടനാ ഭേദഗതിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. The GST replaced existing multiple taxes levied by the central and state governments. അപ്പോൾ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ജി എസ് ടി വരുന്നതിന് മുമ്പ് പിരിച്ചുകൊണ്ടിരുന്ന പല ടാക്സുകളും ഇതോടുകൂടി അപ്രത്യക്ഷമായി ജി എസ് ടിയുടെ കീഴിൽ മാത്രമായി വന്നു. The tax rates, rules and regulations are governed by the GST Council, which consists of the finance ministers of the central government and all the states. ഇപ്പോൾ ഈ ടാക്സ് റേറ്റുകൾ, റൂൾസ്, ടാക്സുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് അല്ലേ, നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ആർ ഗവേൺഡ് ബൈ ദ ജി എസ് ടി കൗൺസിൽ. എല്ലാം തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ്. ജി എസ് ടി കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രിയായ ഇപ്പോഴത്തെ നിർമ്മല സീതാരാമനും അതോടൊപ്പം ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്ററും പിന്നെ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാർ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്, അപ്പോൾ ഇവരെല്ലാവരും അല്ലേ ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളാണ്. The GST is meant to replace a slew of indirect taxes with a federated tax and is therefore expected to reshape the country's $2.4 trillion economy, but its implementation has received criticism. ഇപ്പോൾ ജി എസ് ടി ഒരുപാട് വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്, പക്ഷേ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ജി എസ് ടി വഴി ഉണ്ട്. അപ്പം കുറേ ഇൻഡയറക്റ്റ് ടാക്സസ്
റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, കുറേ പരോക്ഷ നികുതികളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് GST കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചുമ്മാ വിചാരിച്ചാൽ അല്ലേ ഒരു പുതിയൊരു ടാക്സ് കൊണ്ടുവരാനൊന്നും സാധിക്കത്തില്ല. വേണമെങ്കിൽ സെസ് പിരിക്കാം അല്ലേ, KSRTC ടിക്കറ്റിനൊക്കെ സെസ് പിരിക്കാറുണ്ട് സംസ്ഥാന ഗവൺമെൻറ്. സെസ് വേണമെങ്കിൽ ഏർപ്പെടുത്താം, പക്ഷേ പുതിയൊരു ടാക്സ് കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കത്തില്ല. കാരണം എന്താ, GST നിലവിൽ വന്നതോടുകൂടി അങ്ങനെയാണ് നിയമം. പിന്നെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് ഒക്കെ അനാവശ്യമായി പണ്ട് കാലത്ത് നികുതി പിരിക്കുമായിരുന്നു. ഒരു സാധനം അല്ലെ ഒരു കമ്മോഡിറ്റി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുമ്പം ചെക്ക് പോസ്റ്റ് തടഞ്ഞു നിർത്തി ടാക്സ് ഈടാക്കുന്ന ഒരു പരിപാടി അല്ലേ, അത് ഇപ്പം ഏതാണ്ട് 20% വരെ ഡ്രോപ്പായി എന്നാണ് പറയാൻ സാധിക്കുന്നത് അല്ലേ. അപ്പം പോസിറ്റീവ് ഔട്ട്കം, ഇതൊരു GSTയുടെ പോസിറ്റീവ് ഔട്ട്കമാണ്. ദ ട്രാവൽ ടൈം ഇൻ ഇൻട്രസ്റ്റേറ്റ് മൂവ്മെൻറ്റ് വിച്ച് ഡ്രോപ്ഡ് ബൈ 20% ബിക്കോസ് ഓഫ് ഡിസ്ബാൻഡിങ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും അമിതമായി ടാക്സ് പിരിക്കുന്നത് ഏതാണ്ട് 20% കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി GST കൗൺസിലിനെ പറ്റിയും കൂടെ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. GST Council is the governing body of GST having 33 members, out of which 2 members are of center and 31 members are from 28 states and 3 union territories with legislation. അപ്പോൾ ഇതിനകത്ത് 2 പേര് സെൻട്രൽ ഗവൺമെൻറ് ആൾക്കാർ, പിന്നെ 31 പേര് ബാക്കി വരുന്ന 29ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 31 പേര്, പിന്നെ 3 പേര് യൂണിയൻ ടെറിട്ടറികളിൽ നിന്ന്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും. The council contains the following members: the Union Finance Minister as chairperson. കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമനാണ് GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. ദെൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. അതുപോലെ റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സഹമന്ത്രി കേട്ടോ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹമന്ത്രി. പിന്നെ ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, ധനകാര്യ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ. GST Council is an apex member committee to modify, reconcile or to procure any law or regulation based on the context of goods and services tax in India. അപ്പം GST കൗൺസിലാണ് അപ്പം ഇപ്പം നിലവിലിരിക്കുന്ന ഏതെങ്കിലും GST കൂട്ടുവാനോ നിരക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒക്കെ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ഏതാണ്ട് 14% GST ആദ്യകാലങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു അല്ലേ. അങ്ങനെ ആൾക്കാർ കോഫി ഹൗസിലൊന്നും കയറിയല്ലാത്തൊരു സാഹചര്യം വന്നപ്പം എന്ത് ചെയ്തു, അവർ 5% അത് കുറച്ചു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് GST കൗൺസിലാണ് തീരുമാനമെടുക്കുന്നത്. The council is headed by the Union Finance Minister Nirmala Sitharaman, assisted with the finance ministers of all the states of India. The GST Council is responsible for any revision or enactment of rule or any rate changes of the goods and services in India. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലേ GST കൗൺസിൽ ആയിരിക്കും. Okay, so GST Council is an important aspect in your syllabus. So you have you have attempt a thorough study on GST and GST Council. So we will continue on the next class. Stay tuned.